തിരുവനന്തപുരം ഇടഞ്ചാന്തോടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ശുചീകരണ തൊഴിലാളിക്കായി ഇപ്പോഴും ഊർജിത തെരച്ചിൽ നടക്കുന്നു. അലക്സ മുഹമ്മദ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് തത്സമയ വിവരങ്ങളുമായി. അലക്സ്, ഇപ്പോൾ ഏത് തരത്തിലാണ് ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത്? മന്ദഗതിയിലാണ് ഉന്മേഷ്. കാരണം നേരത്തെ സൂചിപ്പിച്ചു, അതായത് ഈ മെഷീന് എടുക്കാൻ പറ്റുന്ന മാലിന്യം അത് പരമാവധി എടുത്തിട്ടുണ്ട്. ശേഷം ഈ വലിയ തോട്ടി ഇതിനുള്ളിലേക്ക് ഇറക്കി അവിടെ നിന്ന് മാനുവലായി തന്നെ ആ മാലിന്യം ഈ മാൻഹോളിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിറക്കുന്ന ഒരു നടപടിയാണ് അവർ നേരത്തെ ചെയ്തത്. ഇപ്പോൾ ആ മാലിന്യം മെഷീൻ്റെ ഹാൻഡ് ഉപയോഗിച്ച് ആ കപ്പ് ഇറക്കി അത് ഉയർത്തിയെടുക്കുകയാണ്. അവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ഞാൻ പറയാം, അതായത് ഇത് സാധാരണ ഈ സെപ്റ്റിക് വേസ്റ്റ് കോരുന്നതിന് വേണ്ടി ഒരാൾക്ക് മാത്രം ഇറങ്ങാൻ സാധിക്കുന്ന മാൻഹോളുകളിലേക്ക് ഇറക്കി ആ വേസ്റ്റ് കോരുന്നതിന് വേണ്ടിയാണ് അവർ ഈ ഒരു മെഷീൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്, ഈ റോബോട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഹാൻഡ് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അത് അത്ര കണ്ട് താഴേക്ക് പോയി ആ വേസ്റ്റ് കോരിക്കൊണ്ട് പുറത്തേക്ക് വരുന്നതാണ് അതിൻ്റെ രീതി. ഈ നിലവിൽ ഈ മൂന്നാമത്തെ ട്രാക്കിലെ ഈ മാൻഹോൾ തുറന്നതിനകത്തേക്ക് ആൾ ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മാലിന്യം ഏതാണ്ട് ഒരാൾ പൊക്കം മാലിന്യം ഇവിടെ ഉണ്ടായിരുന്നു. 2-3 തവണ സ്കൂബ സംഘവും അതുപോലെ ഫയർഫോഴ്സിൻ്റെ സേനാംഗങ്ങളും ഇവിടെ വന്ന് പരിശോധന നടത്തി. ഈ ഗ്രില്ല് ഉയർത്തി അവർക്ക് ഇതിനകത്തേക്ക് ഇറങ്ങാൻ സാധിക്കുമോ എന്ന പരിശോധന അവർ നടത്തി. ഇതാ പ്രധാനപ്പെട്ട ഇടത്ത് നിന്ന്, അതായത് നമ്മുടെ റിപ്പോർട്ടർ ഹരി നിൽക്കുന്ന ആ പ്രദേശത്ത് നിന്ന്, അവിടെയാണ് ജോയി അവിടെ നിന്നാണ് ആമേഴഞ്ചൻ തോട്ടിനുള്ളിലേക്ക് ഇറങ്ങി ഇതിന് അകത്തേക്ക് പെട്ടുപോകുന്നത്. ആ ടണൽ, അതായത് റെയിൽവേ ട്രാക്കിന് അടിയിലേക്കാണ് അവിടെ നിന്നത് കയറുന്നത്. റെയിൽവേ ട്രാക്കിന് അടിയിലേക്ക് ആമേഴഞ്ചാൻ തോട് പിന്നെ കടന്നു പോകുന്ന ടണൽ മാർഗമാണ്. ആ ടണലിൽ ഏതാണ്ടൊരു 100 മീറ്ററിനുള്ളിലാണ് ഈ മൂന്നാമത്തെ ട്രാക്കിലെ നമ്മൾ കാണുന്ന ഈ മാൻഹോൾ ഉള്ളത്. അവിടെ നേരത്തെ തന്നെ ജോയി അവിടെ വീണ് ഏതാണ്ട് 1 മണിക്കൂറിന് അകം തന്നെ ഇവിടെ എത്തി ഈ മാൻഹോൾ ഉയർത്തി ഒരു മെഷ് ഇതിനുള്ളിലേക്ക് താഴ്ത്തി വെച്ചു. കാരണം ആ ഒഴുക്കിൽ ജോയി താഴേക്ക് ഒഴുകി പോകരുത് എന്നുള്ളത് കൊണ്ടാണ് അന്നേരത്ത് അങ്ങനെ ഒരു നടപടി അവർ ചെയ്തത്. നിലവിൽ ആ ഗ്രില്ല് അവിടെ തന്നെ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ അവർ പ്രതീക്ഷിക്കുന്നത് ഈ രക്ഷാപ്രവർത്തകർ ഒന്നടങ്കം സ്കൂബ സംഘവും ഫയർഫോഴ്സും അതുപോലെ മറ്റു രക്ഷാപ്രവർത്തകർ, നഗരസഭാ അധികാരികളും ജില്ലാ ഭരണകൂടവും ഒക്കെ പ്രതീക്ഷിക്കുന്നത് ഇതിനുള്ളിൽ തന്നെയാകും ജോയി ഉണ്ടാകാൻ സാധ്യത എന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ടാണ് ഈ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാരണം തൊട്ടപ്പുറത്ത് ഈ റെയിൽവേ ട്രാക്ക് 4-ാമത്തെയും 5-ാമത്തെയും റെയിൽവേ ട്രാക്കിൻ്റെയൊക്കെ അടുത്ത് സമാനമായി തന്നെ മാൻഹോളുകളുണ്ട്, ഓപ്പണിങ്ങുകളുണ്ട്. ആ ഓപ്പണിംഗ് അവർ പരിശോധിക്കുമ്പോൾ അവിടെ നിന്ന് കാര്യമായിട്ട് സുഗമമായ ഒഴുക്കുണ്ട് ആ മേഖലയിൽ എന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം അവിടുത്തെ വേസ്റ്റ് തൽക്കാലം ഏതാണ്ട് ഒരു 15 മീറ്ററോളം എത്തി. ആ വേസ്റ്റ് നീക്കം ചെയ്ത് അവർ എത്തിയപ്പോൾ തന്നെ സുഗമമായ ഒഴുക്കുണ്ടെന്നാണ് അവർ പറയുന്നത്. അതിനർത്ഥം ഈ മേഖലയിൽ തന്നെ ജോയി ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അതിനാലാണ് ഇവിടെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇവിടെ മാനുവലായി ഇതിനുള്ളിലേക്ക്, ഈ മാൻഹോളിനുള്ളിലേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് മറ്റൊരു മാർഗത്തെപ്പറ്റി ആലോചിക്കുന്നതും ഈ സെപ്റ്റിക് വേസ്റ്റ് കോരുന്ന ഈ മെഷീൻ, ഈ റോബോട്ടിനെ ഇവിടേക്ക് കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കുന്നത്. അവിടെ എത്തിച്ച് ആ പ്രവർത്തനം നടത്തുന്നത് ഏതാണ്ട് 1.5 മണിക്കൂറോളമായി ഈ റോബോട്ട് ഇവിടെ എത്തി അതിൻ്റെ ഹാൻഡ് താഴേക്ക് ഇറക്കി ഈ മാലിന്യം കോരുകയാണ്. ആ മഡ് നേരത്തെ തന്നെ കുറേ ചെളിയും മറ്റുമൊക്കെ അത് കോരിയിട്ടുണ്ട്. നമ്മളോട് ഇതിൻ്റെ ഈ ജെൻ റോബോട്ടിക്സിൻ്റെ സാരഥി നമ്മളോട് പറഞ്ഞത്, അവർ പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെ കോരിക്കഴിയുമ്പോൾ ഈ ഒഴുക്ക് സുഗമമാകുമെന്നും ഈ മലിനജലം താഴേക്ക് ഒഴുകി വരുമെന്നും അവിടെ നിന്ന് കൂടുതൽ മാലിന്യം നീക്കം ചെയ്യാൻ സാധിക്കും. കാരണം പരിഗണന ഈ വേസ്റ്റ് നീക്കം ചെയ്യുന്നതിനാണ്. 2ാമത്തെ സ്റ്റെപ്പ് അത് കഴിഞ്ഞായിരിക്കും ആലോചിക്കുക എന്ന് അവർ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് ആ വേസ്റ്റ് കോരുന്ന നടപടിയാണ് അവർ ഈ ഘട്ടത്തിൽ നടത്തുന്നത്. ഇതിനുശേഷം അവർ അവരുടെ ക്യാമറ സംവിധാനം ഇവിടേക്ക് കൊണ്ടുവരും, അതായത് നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനം ഇവിടേക്ക് കൊണ്ടുവന്ന് ഈ മാൻഹോളിനുള്ളിലേക്ക് കടത്തി അത് എവിടെയാണ് ആ ബ്ലോക്ക്, അതല്ല എങ്കിൽ മറ്റ് നിരീക്ഷണം, ആ മാൻഹോളിനുള്ളിൽ സാധ്യമായ നിരീക്ഷണം നൈറ്റ് വിഷൻ ക്യാമറ അടക്കം എത്തിച്ചുകൊണ്ടുള്ള കാര്യമാണ് അവർ ആലോചിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മന്ദഗതിയിലാണെങ്കിൽ പോലും ആ മാലിന്യം നീക്കം ചെയ്യുന്നുള്ള നടപടിയാണ് പുരോഗമിക്കുന്നത്. ഏതാണ്ട് ഒരു 4-5 മണിക്കൂറെങ്കിലും അവർക്ക് വേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട അവരുടെ ആളുകൾ പറഞ്ഞിരുന്നതാണ്. എന്താണെങ്കിൽ അത് പുരോഗമിക്കുകയാണ്. പ്രതീക്ഷ ഇപ്പോഴും കൈവിട്ടിട്ടില്ല ഈ രക്ഷാപ്രവർത്തകർ എന്നുള്ളതാണ്. 11 മണിക്കൂർ ആകുന്നു, ഇപ്പോഴും ജോയിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ സമയം മുതൽ ഈ രക്ഷാദൗത്യത്തിനായി ഇറങ്ങിയ പലരും ഇപ്പോഴും ഇവിടെ തുടരുന്നു എന്നുള്ളതാണ് ഉന്മേഷ പ്രധാനപ്പെട്ട കാര്യം. അത് ശരി അലക്സ്, രക്ഷാദൗത്യം അവിടെ പുരോഗമിക്കുന്നു. അലക്സ് മുഹമ്മദും ഹരികൃഷ്ണനുമാണ് സംഭവ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്.